അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ മനുഷ്യനെ നന്മയിലേക്ക് ക്ഷണിക്കാനും അല്ലെങ്കിൽ നന്മയോട് അവൻ ആഗ്രഹം ജനിപ്പിക്കാനും തിന്മയിൽ നിന്ന് അവന്റെ ജീവിതത്തെ പരമാവധി അകറ്റുന്നതിനു വേണ്ടിയും രണ്ട് സമീപനങ്ങളാണ് സ്വീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഭൗതിക ലോകത്ത് ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പരലോകത്ത് അയാൾക്ക് ലഭിക്കാൻ പോകുന്ന വമ്പിച്ച പ്രതിഫലത്തെക്കുറിച്ചുള്ള, സ്വർഗീയ ലോകത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ, അതിന്റെ ഏറ്റവും ഉന്നതമായ രൂപത്തിൽ സ്വർഗീയ ലോകത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ വിശുദ്ധ ഖുർആനിലും കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും കാണാം. സ്വർഗീയ ലോകം എന്താണ്, അവിടുത്തെ തുറാബ്, മണ്ണ് ഏതാണ്, അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ അങ്ങാടികൾ, അവിടുത്തെ ഭക്ഷണ സാധനങ്ങള്, പാനീയങ്ങള്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ലഭിക്കുന്ന വിരുന്ന്, സ്വർഗീയ സ്ത്രീകൾ, എല്ലാം ഇങ്ങനെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സ്വർഗത്തെ വർണ്ണിച്ചിട്ടുണ്ട്, പ്രവാചകന്റെ ഹദീസുകളും. ആ വർണ്ണനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭത്തിലും സ്വഹാബികളുടെ മുമ്പിൽ വളരെ ഭംഗിയായി സ്വർഗത്തിൽ അവസാനം പ്രവേശിക്കുന്ന ആളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി സ്വഹാബത്തിന് മുമ്പിൽ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, ഇതിനെ മൊത്തത്തിൽ നമ്മൾ എടുക്കണം, സൂറത്ത് സജ്ദയിലെ ഒരു വചനം, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരു നഫ്സിനും അറിയ പോലില്ല ഈ വർണ്ണനകൾ എന്ന് പറയുന്നതിനപ്പുറത്ത് ഇതിന്റെ സാക്ഷാൽ അനുഗ്രഹത്തിന്റെ സ്വർഗീയ ലോകത്തെ ആനന്ദത്തെ നമുക്ക് ഈ കേട്ടുകേൾവിയിൽ നിന്ന് മനസ്സിലാവുക എന്നുള്ളതല്ലാതെ, ഇബ്നു അബ്ബാസിനെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞത്, സ്വർഗീയ ലോകത്തെ കുറിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുമ്പോ, അവിടുത്തെ ഫലങ്ങളെ കുറിച്ച് പറഞ്ഞു തരുമ്പോൾ നമുക്ക് പരിചയമുള്ള പേരുകളായിരിക്കും പറഞ്ഞു തരിക. കാരണം നമുക്ക് പരിചയമുള്ളത് പറഞ്ഞു തന്നാലേ നമുക്ക് അതിനെ ഒരു നിലക്കെങ്കിലും നമ്മുടെ ഭാവനയിൽ അതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും. പക്ഷെ ആ പറഞ്ഞ സ്വർഗീയ ലോകത്തെ വസ്തുവും ഭൗതിക ലോകത്തെ വസ്തുവും തമ്മിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാവും. അതിന്റെ രുചിയിൽ, അവിടുത്തെ ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവിടുത്തെ ആനന്ദത്തില്, ഇവിടെ നിന്ന് ഒരിക്കലും ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത, മാല ഐനുൻ റഅത്ത് വല ഉദുനുൻ സമഅത്ത് വല ഖത്തറ അലാ ഖൽബി ബശരി, റസൂൽ പറഞ്ഞ വാക്കാണ്. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യന്റെ മനസ്സിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത അനുഗ്രഹങ്ങൾ. അതാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിൽ പറഞ്ഞത്. ഒരു നഫ്സിനും അറിയില്ല എന്തൊക്കെയാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇത് ഖുർആനിൽ നമുക്ക് ധാരാളമായി കാണാം. നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ മദ്യപാനം ഉപേക്ഷിച്ചാൽ, വ്യഭിചാരം ഉപേക്ഷിച്ചാൽ, അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഇന്നതുണ്ട്, 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 അവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ അനുഗ്രഹങ്ങളാണ് എന്ന് നിരന്തരം പറയും. ഇത് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന്റെ മനസ്സിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ചെറിയ സ്വാധീനം. ഇപ്പം സ്വർഗീയ സ്ത്രീകളെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങൾ വെക്കുമ്പോൾ എന്തേ ഖുർആൻ ഇങ്ങനെ എത്ര മനുഷ്യന്മാരുണ്ടെന്ന് അറിയും, ജീവിതത്തിൽ തിന്മയിലേക്ക് കാലെടുത്തു വെക്കാൻ നിൽക്കുന്ന, ആഗ്രഹിക്കുന്ന എത്ര പേര് ഖുർആനിന്റെ ഈ നാളെ പരലോകത്ത് നിനക്ക് ലഭിക്കാൻ പോകുന്ന വാഗ്ദാനങ്ങളെ കുറിച്ച് ഓർത്തിട്ട് എനിക്കത് മതി റബ്ബേ, എനിക്ക് ഈ തിന്മ വേണ്ട എന്ന് തീരുമാനിക്കാൻ എത്ര പേര് അതിന് അതുകൊണ്ട് ഈ ആയത്ത് അതിന് കാരണമാകുന്നുണ്ട്. ഇതുപോലുള്ള ഖുർആന്റെ വചനങ്ങൾ. ഇനി നേർ വിപരീതമായി പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നരകത്തെ കുറിച്ചുള്ള പരാമർശങ്ങളാണ്. വിശുദ്ധ ഖുർആൻ നരകത്തെ കുറിച്ച് പരാമർശിച്ചെടുത്ത് സൂറത്തു നിസായിലെ ഒരു പരാമർശമുണ്ട്. ഇന്നല്ലദീന കഫറൂ ബി ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അവിശ്വസിച്ചവരായ ആളുകൾ, സൗഫ നുസ്ലിഹിം നാറ, നരകത്തിലിട്ട് നമ്മൾ അവരെ കരിച്ചെടുക്കും. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ ലിയദൂഖുൽ അദാബ്. ശരീരത്തിലെ തൊലികളൊക്കെ കത്തിത്തീരുന്നതിന് മുമ്പ് അത് പാകപ്പെടുമ്പോൾ, അഥവാ അത് കത്തി പാകമാകുമ്പോൾ, പിന്നീട് വേദന അറിയാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ വീണ്ടും അതിനേക്കാൾ ശക്തമായി, അതിനേക്കാൾ പുതിയ തൊലികൾ നൽകും. എന്തിന്? ലിയദൂഖുൽ അദാബ്. എന്നിട്ട് റസൂൽ നരകത്തെ കുറിച്ച് പറഞ്ഞത്, നരകത്തിലെ ശിക്ഷയെ കുറിച്ച് പറഞ്ഞത്, തന്റെ കുടൽമാലകൾ വലിച്ചയച്ച് നടക്കുന്നവര്, സ്വന്തം തല തല്ലിപ്പൊളിക്കുന്നവര്, അങ്ങനെ മാരകമായ, ആരെയും ഭയപ്പെടുത്തുന്ന
നരകത്തിലെ ശിക്ഷയെക്കുറിച്ചുള്ള വിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങൾ. ഇത് രണ്ടുമാണ് ഒരു മനുഷ്യനെ നേർവഴിക്ക് നടത്തുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായിരുന്നെങ്കിൽ അത് പൂർണ്ണമാവുകയില്ലായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായിരുന്നെങ്കിൽ, സാധാരണ സൂഫിയാക്കൾക്കിടയിൽ ഒരു 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 പ്രണയം, അവർ പ്രണയ ഗീതം പറയുന്നവർ, അവർ പറയും ഞങ്ങൾ പടച്ചവനെ പ്രണയിച്ച് ഞങ്ങൾ അള്ളാഹ് അലിയാണ്. പടച്ചവനെ, നീ എനിക്ക് നരകം തന്നാലും വേണ്ടില്ല, ഞാൻ നിന്നെ പ്രണയിക്കും. എനിക്ക് നിന്റെ സ്വർഗമൊന്നും ആവശ്യമില്ല, ഞാൻ നിന്നെ സ്നേഹിക്കാൻ വേണ്ടി സ്നേഹിക്കാണ്. ഇത് പിഴച്ച വിശ്വാസമാണ്. ഇസ്ലാമില് ഇബാദത്ത്, ആരാധനയിൽ രണ്ട് സാധനങ്ങൾ പ്രധാനമായി വരണം. ഒന്ന് പ്രതീക്ഷ വേണം, തൊമഅ് വേണം. രണ്ട് ഖൗഫ് വേണം, ഭയം വേണം. അള്ളാഹനെ ഭയപ്പെടണം, അതോടൊപ്പം അള്ളാഹുവിൽ പ്രതീക്ഷ നഷ്ടപ്പെടാനും പാടില്ല. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് ഒരു ആരാധന കർമ്മം അതിന്റെ പൂർണ്ണ ചൈതന്യത്തിലേക്ക് വരിക. ഉദാഹരണത്തിന് നിർബന്ധ നമസ്കാരങ്ങളെ കുറിച്ച്, നിർബന്ധ ആരാധന കർമ്മങ്ങൾ സുന്നത്തിനേക്കാൾ പുണ്യമുള്ളതാണ് എന്ന് പറയാൻ കാരണമായിക്കൊണ്ട് പറയുന്നത്, സുന്നത്ത് ചെയ്യുമ്പോൾ ഒരാൾക്ക് പടച്ചോൻ ചോദിക്കൊന്നുമില്ല, എന്നാ ചെയ്താൽ കിട്ടി. അത് സമയം നിർബന്ധ കർമ്മമാണെങ്കിലും അവിടെ ഖൗഫും തൊമവും ശരിക്കുണ്ട്. ചെയ്തിട്ടില്ലെങ്കിൽ റബ്ബ് ചോദിക്കും, ചെയ്താൽ പുണ്യം, വലിയ പുണ്യമുണ്ട്. ഇത് രണ്ടും നമുക്ക് കൃത്യമായി വേണം. ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ നേർവഴിക്ക്, നേരായ മാർഗത്തിലൂടെ പോകുന്നത്. കാരണം ഒരാൾക്കിപ്പോ ഇനി ഈ നരകത്തെ കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും ഇല്ല നമ്മൾ വിചാരിക്കുക. ഖുർആനിൽ എവിടെയും നരകത്തെ കുറിച്ച് പറയുന്നേയില്ല, സ്വർഗം മാത്രം. ചെയ്താലുള്ള പുണ്യത്തെ കുറിച്ച് എല്ലാവരും നേർവഴി പ്രാപിക്കും. ഉദാഹരണത്തിന് നമ്മൾ 5 നേരത്തെ നിസ്കാരത്തിന് കൊടുക്കുന്ന കണിശത നമ്മൾ മറ്റു സുന്നത്ത് നിസ്കാരങ്ങൾക്ക് കൊടുക്കാറുണ്ടോ? അള്ളാഹ് നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന കണിശത അള്ളാഹ് നിർബന്ധമാക്കാത്ത കാര്യങ്ങളിൽ അതിലവിടെ പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്, പുണ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ശിക്ഷ പറഞ്ഞിട്ടില്ല. അപ്പൊ സ്വാഭാവികയും മനുഷ്യനിൽ ഈ ചോദനയുണ്ട്. എന്ത്? അത് കിട്ടിയാൽ എനിക്ക് നല്ലതാണ്, പക്ഷെ ഒഴിവാക്കിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, അന്നെ പടച്ചോൻ ചോദ്യം ചെയ്യില്ലല്ലോ, നരകത്തിലിടൂലല്ലോ എന്ന ഒരു ചിന്തയാണ് പലപ്പോഴും സുന്നത്തായ, നിർബന്ധമല്ലാത്ത നാഫിലത്തായ കർമ്മങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റുന്നത്. ഇത് തന്നെ അവിടെ സംഭവിക്കും. അപ്പൊ സ്വർഗവും നരകവും പരാമർശിക്കുന്നത് വഴി ഒരു മനുഷ്യനിൽ ഒരേ സമയം അള്ളാഹുവിനുള്ള ഭയവും അവന്റെ ശിക്ഷയെക്കുറിച്ചുള്ള കൃത്യമായ ഭയപ്പാടും, അതേസമയം അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചും അവിടെ ലഭിക്കാൻ പോകുന്ന മഹാനുഗ്രഹങ്ങളെക്കുറിച്ചും ഒരേ സമയം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അതുണ്ടാകുമ്പോൾ അവന് യഥാർത്ഥ ഇസ്ലാം ആവശ്യപ്പെടുന്ന രൂപത്തിൽ തിന്മകളിൽ നിന്ന് അകന്ന് നന്മയോട് താല്പര്യമുള്ളവനായി മാറാൻ അത് കാരണമാകും. അത് മനുഷ്യന്റെ പ്രകൃതിയും അതാണ്. എപ്പോഴും മനുഷ്യനെ ആക്ഷേപിച്ചത് കൊണ്ടോ ചീത്ത പറഞ്ഞത് കൊണ്ടോ എല്ലാവരും നേർവഴിക്ക് നടത്തണമല്ലോ. മനുഷ്യരുടെ കൂട്ടത്തിൽ 2 വിഭാഗമുണ്ട്. ചിലപ്പം പുകഴ്ത്തിയാൽ, പ്രശംസിച്ചാൽ ലഭിക്കാൻ പോകുന്ന റിവാർഡിനെ കുറിച്ച് പറഞ്ഞാൽ ചില ആളുകൾ മോട്ടിവേറ്റ് ആവും, ചില ആളുകൾ അതുകൊണ്ടൊന്നും മോട്ടിവേറ്റ് ആവില്ല. ചില ആളുകൾക്ക് ശിക്ഷയായിരിക്കും, അല്ലെങ്കിൽ അതിനെതിരെ പണിഷ്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാല് ചില ആളുകൾക്ക് അത് ഭയങ്കര പ്രയാസമായിരിക്കും. ഇത് രണ്ടും ചേരുമ്പോഴാണ് അത് അതിന്റെ പരിപൂർണതയിലെത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റദീതു ബില്ലാഹി റബ്ബൻ, ഞാൻ എൻ്റെ റബ്ബിനെ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ എൻ്റെ മതമായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നബിയായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് ഒരാള് 3 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് പ്രഖ്യാപിച്ച് നാവിലൂടെ പുറത്തു പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം പറഞ്ഞത് എന്താ അറിയോ? വമ്പിച്ച പ്രതിഫലം പറഞ്ഞു. കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുർദിയഹു യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അവന് തൃപ്തിപ്പെടുന്നത് വരെ കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മേൽ ബാധ്യതയാണ്. അവനെ തൃപ്തിപ്പെടുത്താൻ അള്ളാഹ്ക്ക് ബാധ്യതയാണ്. അള്ളാഹ് തന്നെ തന്റെ മേൽ ബാധ്യതയാക്കിയതാ. എന്ത്? ഇത് പറഞ്ഞവനായ ഒരാളെ കുറിച്ച് നാളെ പരലോകത്ത് അവന് തൃപ്തി വരുവോളം അള്ളാഹ് കൊടുക്കുന്ന. ഇത് കേൾക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സ്വർഗത്തെ കുറിച്ചുണ്ടാകുന്ന പ്രതീക്ഷയും ആ ഒരു പ്രോത്സാഹനം, അയാൾക്ക് നന്മകൾ ചെയ്യാൻ നൽകുന്ന അതിനുള്ള ഊർജവും ചെറുതൊന്നല്ല. മറ്റേ ഭാഗത്ത് നരകത്തെ കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ, നരകത്തെക്കുറിച്ചും നരകത്തിലെ ശിക്ഷയെക്കുറിച്ചും കേൾക്കുമ്പോൾ അതിൽ നിന്ന് അയാൾക്ക് ഉണ്ടാകുന്ന ഭയവും പേടിയും അതുവഴി അയാൾ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ കാരണമാകുന്ന അവസ്ഥയും, ഇത് രണ്ടുമാണ് ഒരു വിശ്വാസിയെ മുന്നോട്ട് നയിക്കേണ്ടത്. ഇത് രണ്ടുമാണ് ഇബാദത്തിന്റെ, ആരാധനയുടെ പൂർണ്ണമായ അവസ്ഥ.
അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും അള്ളാഹുവുമായി കൊണ്ടുള്ള നമ്മുടെ അടുപ്പം കൂടാനും കാരണമാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.